അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമാണോ? അൽഹംദുലില്ലാ. അള്ളാഹു നമ്മെ നല്ല മക്കളാക്കട്ടെ. നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും നമ്മുടെ ഉസ്താദുമാർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും അള്ളാഹു നമുക്ക് പൂർണ്ണ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ. നിങ്ങൾ സമുദ്രം കണ്ടിട്ടുണ്ടോ? കടല് ഉണ്ടല്ലേ? എത്ര പേര് കണ്ടിട്ടുണ്ട്? എല്ലാവരും കണ്ടിട്ടുണ്ടോ? അൽഹംദുലില്ലാ. കടല് കാണാത്തവര് കുറവായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ കടലിലെ ഒരു തെല്ല് ഭാഗമേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. കുറഞ്ഞ ഭാഗമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. കടല് കണ്ടു നമ്മൾ പറഞ്ഞാലും നമ്മൾ കടലിൻ്റെ ചെറിയ ഭാഗമേ കണ്ടിട്ടുള്ളൂ. ഈ കടലിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സമുദ്രത്തെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും വായിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ശരിക്കും നിങ്ങൾ സമുദ്രത്തെക്കുറിച്ച് വിശാലമായിട്ടൊന്ന് പഠിക്കണം. അതിനൊരു ആത്മീയ വശമുണ്ട്, ഭൗതിക വശമുണ്ട്. സമുദ്രത്തിലേക്ക് നോക്കി നിന്നാൽ നമുക്ക് മനസ്സിന് സന്തോഷവും കിട്ടുന്നുണ്ട്, ആത്മാവിനും സമാധാനവും ശാന്തിയും ലഭിക്കുന്നുണ്ട്. നോക്കിയ കണ്ണുകൾക്കടക്കം പ്രതിഫലം കിട്ടുന്നു എന്നുള്ളതാണ്. അത്രമേൽ മനോഹരമാണ് സമുദ്രമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഉഷാറായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കണം. വിശാലമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നന്നായിട്ട് അതിനെക്കുറിച്ചൊന്ന് വായിക്കണം. ഞാൻ പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തെ കടലിനോട് സമാനപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും. അതെന്താ അങ്ങനെ? ഇപ്പോ നമുക്കൊക്കെ റസൂലുള്ളാഹിനെ ഇഷ്ടമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ടതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. മഹാനാകുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ, ഇനി ഞാൻ മദീനയിൽ നിന്ന് എങ്ങോട്ടും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറഞ്ഞതിന്റെ ശേഷം നബിയില്ലാത്ത മദീനയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞു. അതുപോലെ താബിഉകളിൽ പ്രധാനിയായിട്ടുള്ള ഒരു മഹാനാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഉമ്മയുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല. പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പ്രിയപ്പെട്ടവർ മദീനയിലേക്ക് പ്രവാചകനെ കണ്ടവരെ അന്വേഷിച്ചിട്ട് വന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരുപാട് ആളുകൾ നബിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള, നബിയുടെ സാമീപ്യം കരസ്ഥമാക്കിയതായ ഒരുപാട് ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളൊക്കെ പറഞ്ഞു കൊടുത്തു. നബിയുടെ രൂപങ്ങൾ പറഞ്ഞു കൊടുത്തു, നബിയോടുള്ളതായ അടുപ്പത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ കണ്ട നബി അല്ല നിങ്ങൾ പറയുന്നത് എന്നുള്ള തരത്തിലാണ്. കൂടെ ഉണ്ടാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്, ഉഹുദ് രണഭൂമിയിൽ പ്രവാചകന്റെ ഒരു പല്ല് പൊട്ടിയെന്ന് അറിഞ്ഞപ്പോ ഒരു കല്ലെടുത്ത് വായ്ക്കകത്തുള്ള എല്ലാ പല്ലുകളും മഹാനാകുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പ്രവാചകനോടുള്ള ഇഷ്ടം കൊണ്ട് നബിക്കില്ലാത്ത ഒന്നെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കുകയാണ്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠം, പ്രവാചകനോടുള്ളതായ പ്രണയം, സ്നേഹം ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രീതിയിലായിരുന്നു. എങ്ങനെയാണ് ആ വ്യത്യസ്തത വന്നത്? ഇപ്പോ
റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മദ്ഹ് പാടുന്നുണ്ട്. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ നമ്മളിൽ ആരും മദ്ഹ് പാടാതിരിക്കുന്നുണ്ട് ചില ആളുകളൊക്കെ. ഇപ്പോ റബീഉൽ അവ്വൽ മാസം വന്ന നമ്മളൊക്കെ നന്നായിട്ട് മദ്ഹൊക്കെ പാടും. പക്ഷേ റബീഉൽ ആഖിർ അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മദ്ഹ് കുറയും. എല്ലാവരും അല്ല, ചില ആളുകൾ. നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചൊല്ലാൻ പോലും ചില ആളുകൾക്ക് എന്തായിരിക്കും? തോന്നൂല. എന്നാൽ ചില ആളുകൾ നബി മുഹമ്മദ് ഉണ്ടോ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവാചകനോടുള്ളതായ പ്രണയം അത് വ്യത്യസ്ത രീതിയിലാണ്. നമ്മുടെ രീതി എങ്ങനെയായിരിക്കണം? നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിച്ചു വന്നത് ഇതാണ്. അതാണ് എല്ലാത്തിനേക്കാളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് ഇഷ്ടമാവണം എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അരികത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ, എൻ്റെ സ്വന്തത്തെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി എന്താ പറഞ്ഞറിയോ? ഉമറേ, അങ്ങനെയല്ല, എല്ലാത്തിനേക്കാളും സ്വന്തത്തെക്കാളൊക്കെ എന്നെ സ്നേഹിക്കണം എന്ന ഒരു സന്ദേശം കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാത്തിനേക്കാളും എനിക്ക് ആരെയാ ഇഷ്ടം? നബിയെ, അങ്ങേയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോ എന്തിനെ കുറിച്ചാ പറഞ്ഞു വരുന്നേ? എന്തിനെ കുറിച്ചാ? കടലിനെ കുറിച്ചാണ് അല്ലേ? ആണോ? യെസ്, കടലിനെ കുറിച്ചാ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, സ്നേഹിക്കുന്ന ആളുകൾ വ്യത്യസ്ത തരത്തിലാണ് പ്രവാചകനെ കാണുന്നത്. ചില ആളുകൾ ആമിന ബീവിന്റെ മോന്, അബ്ദുള്ളയുടെ മകൻ എന്നുള്ള തരത്തിൽ മാത്രം കാണുകയാണ്. ഇപ്പൊ മഹാത്മാഗാന്ധി പറഞ്ഞു, നെഹ്റു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പോലെ മുഹമ്മദ് നബി പറഞ്ഞു, ഇത്രേ കാണുള്ളൂ. ചില ആളുകൾ അങ്ങനെയാണ്. എന്നാൽ ചില ആളുകളോ ലോകം മുഴുവനും പടക്കാൻ കാരണം പ്രവാചകനാണ്. ലോകത്തുള്ള സകലത്തിലും പ്രവാചകന്റെ കയ്യൊപ്പ് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല ചിത്രം, നല്ല ഒരു സ്നേഹചിന്തയാണ് നമുക്കും ഉണ്ടാവേണ്ടത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കൂടെ ഉണ്ടോ? നമ്മളിപ്പോ പറയുന്ന പാഠം ഏതാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോ ആ പ്രവാചകനെ കുറിച്ച് നമ്മൾ ഇനി കൂടുതൽ പഠിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ കടല്, നമ്മൾ കടലിന്റെ അരികത്ത് പോയാൽ ചില ആളുകൾ കടലിനെ കാണുങ്ങനെയാ, കരയിൽ നിന്നുകൊണ്ട് കടലിനെ ഇങ്ങനെ ആസ്വദിക്കും. ആസ്വദിച്ചാലും എന്ത് കിട്ടും? സന്തോഷം കിട്ടും. ചില ആളുകൾ തീരത്തുകൂടെ ഇങ്ങനെ വെള്ളം തട്ടാതെ തീരത്തുകൂടെ ഇങ്ങനെ നടന്നു പോകും. ചില ആളുകൾ അതിൻ്റെ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി തിരമാല വരുന്നതോടുകൂടെ ഓടി വരും, തെല്ലു ഭാഗത്ത് പോയിട്ടാണ് നിൽക്കുക. ഇങ്ങനെയുണ്ട് ചില ആളുകളൊക്കെ. എന്നാൽ ഈ കടലിൻ്റെ ആഴിയിൽ എന്തൊക്കെയാ ഉള്ളത്? ചെറിയ മത്സ്യങ്ങളുണ്ട്, വലിയ മത്സ്യങ്ങളുണ്ട്, ഇല്ലേ? കുറച്ചുകൂടെ താഴോട്ട് പോയാൽ മുത്തും പവിടവും എല്ലാം കിട്ടും. ഇതാർക്കാ കിട്ടുക? അതന്വേഷിച്ച് തേടി 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 പോകുന്ന ആളുകൾക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയും. ഇതാണ് എന്നല്ല, ചെറിയ ഉദാഹരണമാണ്. അപ്പോൾ സമുദ്ര സമാനം പോലെ എന്ന് ഹബീബായ പ്രവാചകരെ കുറിച്ച് പറഞ്ഞ ആളുകളുണ്ട്. എന്താണോ പറഞ്ഞേ? ചില ആളുകൾ അതിനെ ചെറുതായിട്ടൊന്ന് ആസ്വദിക്കും, ചില ആളുകളോ അതിൻ്റെ ആഴിയിലേക്ക് ചെന്ന് അതിൻ്റെ ആത്മീയത നുകരുകയും ചെയ്യും. പ്രവാചകനോടുള്ള ഇഷ്ടം നമുക്ക് വരുമ്പോൾ ഹബീബായ പ്രവാചകനെ നമ്മൾ എപ്പോഴും സ്നേഹിക്കാൻ പഠിക്കണം. എല്ലാത്തിനേക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് പ്രധാനമാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ്. നിസ്കരിക്കുന്ന സമയത്ത് മിഅ്റാജിലെ നിസ്കാരമെന്ന് നമ്മുടെ ഉള്ളിലുണ്ടാവണം. വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഹബീബായ പ്രവാചകർ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന ചിന്ത ഉണ്ടാവണം.
മക്കളുണ്ടാകുമ്പോൾ എന്തിനാണ് കുട്ടി എന്നുള്ള ചിന്തയിൽ ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു തലമുറയാവണം എന്ന ചിന്ത ഉണ്ടാവണം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും കുടിക്കുന്നത് പ്രവാചകർ കുടിച്ച പോലെ, തിന്നുന്നത് പ്രവാചകർ തിന്ന പോലെ, യാത്ര ചെയ്യുന്നത് പ്രവാചകർ യാത്ര പോലെ, ഇങ്ങനെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ട് ആ പ്രവാചകന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് എന്താ എടുക്കാനുള്ളത്? തദ്രീബാത്താണ് എടുക്കാനുള്ളത്. വേഗം പുസ്തകം തുറന്നോ? എടുക്ക. ഉത്തരം പറയാം. നിങ്ങൾ ഉഷാറില്ലല്ലോ. ഉഷാറാണോ? ഉത്തരം പറയാം. 1. സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ നാം ആരെ സ്നേഹിക്കണം? ആരെയാ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത്, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് നബിനെ ഇഷ്ടമാണ്, നബിനെ ഇഷ്ടമാണ്, നബിനെ ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറഞ്ഞ് നടന്നാൽ മതിയോ? വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരെ, കൽബ് കൊണ്ട് പറയണം. നബിനെ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറയുന്ന ആൾ എന്തുണ്ടാവും? നബിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനും ആർത്തി കാണിക്കും. റെഡി ആവുന്നുണ്ടോ? അൽഹംദുലില്ലാ. അപ്പൊ എന്തൊക്കെയാ അവർ ചെല്ലുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ പകർത്തു. മനസ്സിലായോ? യെസ്. രണ്ടാമത്തത്, അവിടുത്തെ മദ്ഹുകൾ പാരായണം ചെയ്യും. മദ്ഹുകൾ പാരായണം ചെയ്യും. നിങ്ങൾ ബുർദ ബൈത്ത് കണ്ടിട്ടുണ്ടോ? ചൊല്ലിയിട്ടുണ്ടോ? ചൊല്ലലുണ്ടോ? കേൾക്കാറുണ്ടോ? നല്ല ഭംഗിയല്ലേ കേൾക്കാൻ? അൽഹംദുലില്ലാ. നല്ല ഈണത്തില് ഉഷാറായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ബുർദബൈത്തൊക്കെ പാരായണം ചെയ്യണം. മനസ്സിലും കുളിർമയുണ്ടാവും, നമ്മുടെ വീടിന് ബർക്കത്തുണ്ടാവും. ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ പാടണോ? ഇൻഷാ അല്ലാ നിങ്ങൾ പാടിയാൽ മതി. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക. പിന്നെയോ അവിടുത്തെ മദ്ഹുകൾ പറയുക. വേണ്ടേ? പിന്നെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രവാചകനോട് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം, തിരുനബിയാണ് സ്വശരീരത്തെക്കാളും നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടയാൾ എന്നതിന് തെളിവെന്ത്? എന്താ? ഫസ്റ്റ് നോക്ക്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. കണ്ടില്ലേ? സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ ആയത്ത്. ഇനി അടുത്ത ചോദ്യം, മദ്ഹ് പാടിയ കഅബ് റളിയല്ലാഹു അൻഹുവിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതെന്ത്? എന്താ നൽകിയേ? ഇപ്പുറത്തിതാ മദ്ഹ് ഗീതം പാടിയ കഅബ് റളിയല്ലാഹു അൻഹുവിന് തൻ്റെ ഷാള് ആര് കൊടുത്തു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. പിന്നെ വ്യക്തമാക്കാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യമുണ്ടാകുന്നവർ ആരാ എന്ന് പറഞ്ഞേ. ലാസ്റ്റ് പാരഗ്രാഫ് അതാ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല? ഉണ്ടോ? എന്നാ പറ, ആരാ? കൂടുതൽ സുന്നത്തുകളും സ്വലാത്തുകളും
വർദ്ധിപ്പിച്ചാൽ സ്വപ്നത്തിൽ തിരുനബിയെ കാണാനുള്ള ഭാഗ്യമുണ്ടാവും. എന്താ ഉത്തരം പറഞ്ഞേ? ഒന്നുകൂടെ പറ, ഉറക്കെ പറ. കൂടുതൽ സുന്നത്തുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ചാൽ സ്വപ്നത്തിൽ തിരുനബിയെ കാണാൻ ഭാഗ്യം ഉണ്ടാവും. ഭാഗ്യം ഉണ്ടാവും എന്നിങ്ങനെ പഠിച്ചാൽ മതിയോ? അല്ല. പിന്നെ എന്താ ചെയ്യണ്ടേ? സ്വപ്നത്തിൽ നമുക്ക് കാണണം. അതിനെന്ത് വേണം? സുന്നത്ത് വർദ്ധിപ്പിക്കണം, പിന്നെ സ്വലാത്ത് ചൊല്ലണം, പിന്നെ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞിരുന്നു മദ്ഹും പറയണം. അതിങ്ങനെ പറഞ്ഞ് നമ്മൾ മദ്രസ തുടങ്ങുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പറയണം, ഞാൻ ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ നബിയെ സ്വപ്നത്തിൽ കാണാൻ പറ്റി എന്ന് പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ലല്ല റബ്ബേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി അടുത്തത്, പരലോകത്ത് നബിയോട് ഏറ്റവും അടുത്തവർ ആര്? ആര് നിങ്ങളിലില്ല? അങ്ങനെ ചേർക്കാം. ആരാ? ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാഹ്. ആരാ? എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സംതൃപ്തി വാങ്ങിയ ആളുകൾ ആരായിരിക്കും? പ്രവാചകന്റെ കൂടെ അടുത്ത് തന്നെ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്നലെ ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലിയ ആളുകളൊന്ന് കൈയുയർത്തിക്കേ. ഇല്ലേ? ഉണ്ടല്ലേ? അൽഹംദുലില്ലാ. നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഞാൻ ഒരു 100 സ്വലാത്തെങ്കിലും ചുരുങ്ങിയത് ചൊല്ലും എന്ന് നമ്മൾ ഇങ്ങനെ വിചാരിച്ചാലേ നമുക്ക് എന്നും ചൊല്ലാൻ പറ്റും. നമ്മളൊരു കൊല്ലം 100 സ്വലാത്ത് ചൊല്ലി എത്ര സ്വലാത്താവും? എത്രയാവും? നിങ്ങൾ കണക്കൂട്ടി വെക്കണം കേട്ടാ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചൊല്ലാൻ വേണ്ടി നമുക്ക് തീരുമാനം എടുത്താലോ? കൂടെ ഉണ്ടോ? തീരുമാനം എടുക്കുക. എത്ര സ്വലാത്ത് ചൊല്ലും? ഈ 100 പറ്റുന്നവർ 100 ആക്കാം, 150 ആണെങ്കിൽ 150 ആക്കാം, 500 ആണെങ്കിൽ 500 ആക്കാം. ഇനി അതല്ലെങ്കിൽ ചുരുക്കം ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഞാൻ ഇത്ര സ്വലാത്ത് മരിക്കും വരെ ചൊല്ലും, അതിനെനിക്ക് തൗഫീഖ് നൽകണേ റബ്ബേ എന്ന് നമുക്കെല്ലാവർക്കും ഒരു തീരുമാനം എടുത്താലോ? തീരുമാനിക്കാം. റെഡിയാണോ? എന്ന് എത്ര സ്വലാത്ത് ചൊല്ലും? ഓരോ ആളുകളും അവരുടെ സ്വലാത്ത് എത്രയാണെന്ന് മനസ്സിൽ പറയാം. എന്നിട്ട് തീരുമാനം എടുക്കാം. എങ്ങനെ തീരുമാനം എടുക്കണ്ടേ? ഇൻഷാ അല്ലാഹ് പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യണം. നമ്മൾ നോക്കാം എന്ന് വിചാരിച്ച് ഇൻഷാ അല്ലാഹ് പറയണ്ട. നമ്മൾ ആദ്യം തന്നെ ഉറപ്പിക്കാതെ ചെയ്യണം എന്ന് ഉറപ്പിക്കുക, എന്നിട്ട് തീരുമാനം എടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നിങ്ങളെ സംഖ്യ പറഞ്ഞു എത്രയാണെങ്കിലും സ്വലാത്ത് മരണം വരെ ഞാൻ ചൊല്ലും. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. ആമീൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വപ്നത്തിൽ കാണണ്ടേ? വേണ്ടേ? പ്രവാചകന്റെ ചാരത്ത് നമുക്ക് എത്തുകയും വേണം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത്, പൂരിപ്പിക്കാം, ആശയം എഴുതാം. പൂരിപ്പിക്കും ചെയ്യാം, അതിൻ്റെ ആശയവും എഴുതാം. എന്താണ്? ലാ യുഅ്മിനു അഹദുക്കും, പറ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി. നിങ്ങളെന്താ പറയാത്തേ? പഠിച്ചിട്ടില്ല? ഇത് പഠിച്ചില്ല? പഠിക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. ഒന്ന് പറഞ്ഞേ ഇൻഷാ അല്ലാഹ്. ഒന്ന് പറഞ്ഞേ. പഠിച്ചവരൊന്ന് പറഞ്ഞേ. പഠിച്ചവർ കാണാതെയും പഠിക്കാത്തവർ നോക്കിയിട്ടും പറ. ലാ
യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. അതിന്റെ അർത്ഥം എവിടെയാ? ഫസ്റ്റ് തുടങ്ങുന്നു. രണ്ടാമത്തെ പാരഗ്രാഫ് നോക്ക്, രണ്ടാമത്തെ വരി നോക്ക്. ഫസ്റ്റില് രണ്ടാമത്തെ വരി നോക്ക്. ഫസ്റ്റ് പാരഗ്രാഫിലെ രണ്ടാമത്തെ വരി, സന്തതികൾ, മാതാപിതാക്കൾ, മറ്റു ജനങ്ങൾ എല്ലാവരെക്കാളും ഞാൻ ഒരാൾക്ക് പ്രിയപ്പെട്ടവനാവാതെ അവന്റെ ഈമാൻ പൂർണ്ണമല്ല. ഇനി അടുത്തത്, വമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. പിന്നെ കൂടെ ഇല്ലല്ലോ, തലക്കുന്നൊന്നു കൂടെ. വമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. അതിന്റെ അർത്ഥം എവിടെയാ? അതിനെ നേരെ കൊടുത്തിട്ടുണ്ട്. എന്റെ സുന്നത്തുകൾ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെട്ടവനും എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്റെ കൂടെ സ്വർഗത്തിലുമാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്തത്, ചർച്ച ചെയ്തു കണ്ടെത്താം. നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയണം. ആലിമ്രാൻ സൂറത്തിലെ 31-ാം ആയത്ത്. നമ്മൾ ക്ലാസ് റൂമിലാണെങ്കിൽ നമുക്കത് കോറോയാക്കാമായിരുന്നു അല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. സൂറത്ത് എടുത്തിട്ട് ആലിമ്രാൻ സൂറത്തിലെ 31-ാമത്തെ ആയത്തൊന്ന് എടുക്കുക. എടുത്തിട്ടുണ്ട് അത്, അല്ലെങ്കിൽ ഒന്നും കൂടെ എടുക്കാം. എന്താ പറയണേ? നിങ്ങൾ നോക്കണം കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താണെന്നും പറയുന്നത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഉസ്താദന്മാർക്ക് അയച്ചു കൊടുക്കണം. ഇതിനെന്താ പറയുന്നത് അറിയോ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ ബാക്കി നിങ്ങൾ തെരഞ്ഞു പിടിക്കണം. സൂറത്തു ആലിമ്രാനിലെ 31-ാമത്തെ ആയത്ത്. അടുത്തത്, മൗലിദ് പാരായണം പുണ്യമാണെന്നതിന് കൂടുതൽ തെളിവുകൾ. എന്താ ചെയ്യാ? നിങ്ങൾ എന്ത് ചെയ്യണം? നാലാമത്തത്, നിങ്ങൾ ചെറുതായിട്ട് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി തരികയാണ്. റെഡിയാണോ? എങ്ങനെയാ ചെയ്യാന്നറിയാം? നമ്മൾ ക്ലാസ് റൂമിലൊക്കെയാണെങ്കിൽ നമുക്ക് ശരിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ച ചെയ്തിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ ഈ 4 എണ്ണവും കൂടെ ഒന്ന് കൂർവയാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നാലാമത്തത് ചർച്ച ചെയ്തു കണ്ടെത്താം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് എന്താ? ആലിമ്രാൻ സൂറത്തിലെ 31-ാമത്തെ ആയത്ത്. ഇപ്പൊ ചർച്ച ചെയ്യാൻ കഴിയൂലല്ലോ. ക്ലാസ് റൂമിലാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു. അപ്പൊ നിങ്ങൾ ഓരോ ആളുകളൊന്ന് കണ്ടെത്തിയിട്ട് വൃത്തിയായിട്ടൊന്ന് എഴുതിയിട്ട് അതിൻ്റെ ആശയം കൂടെ എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം? അയച്ചു കൊടുക്കണം. അത് മാത്രമല്ല, ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഒന്നുണ്ട്. രണ്ടെന്താ? മൗലിദ് പാരായണം പുണ്യമാണെന്നതിന് കൂടുതൽ തെളിവുകൾ. നിങ്ങളൊരൊറ്റ തെളിവ് ആരോടെങ്കിലും ചോദിച്ചിട്ട് ആ തെളിവ്, മൗലിദ് പാരായണം പുണ്യമാണ് എന്നതിന് ഒരു തെളിവ് നിങ്ങൾ എന്ത് ചെയ്യണം? അയച്ചു കൊടുക്കണം. അത് എവിടെന്നാ കിട്ടുക? നിങ്ങൾ പഠിച്ച പാഠത്തിൽ തന്നെ ഉണ്ടാവും. ഉസ്താദ് അവതരിപ്പിച്ച അവതരണത്തിലും അത് വന്നിട്ടുണ്ടാകും. ഇനി അതിൻ്റെ ഒക്കെ പുറമെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും. അത് ഉഷാറായിട്ട് അയച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി മൂന്നാമത്തത്, പ്രവാചക സ്നേഹത്തിന് ചരിത്രത്തിൽ നിന്നുള്ള നല്ലൊരു മാതൃക. അതും അതുപോലെയാണ്. ഉസ്താദ് പറഞ്ഞില്ലേ, കഥകളൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ നിങ്ങൾ കേട്ട കഥയുണ്ടാവും. ആ കഥ ഒന്ന് ചുരുക്കിയിട്ട് ഇപ്പൊ 3 കാര്യം ഉസ്താദ് പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞേ? തെളിവ് പറഞ്ഞു, പിന്നെയോ പ്രവാചക സ്നേഹത്തിൻ്റെ ഒരു മാതൃകയുള്ളൊരു ഉദാഹരണം നിങ്ങൾ എന്ത് ചെയ്യണം? അയച്ചു കൊടുക്കണം. അതുപോലെ ഫസ്റ്റ് എന്താ പറഞ്ഞ്? ആലിമ്രാൻ സൂറത്തിലെ 31-ാമത്തെ ആയത്ത് ഏതാണെന്നും അതിൻ്റെ ആശയം എന്താണെന്നും ഉഷാറായിട്ട്
നിങ്ങൾ വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? അയച്ചു കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് നല്ല മക്കളാക്കട്ടെ. എല്ലായിടത്തും നമുക്ക് പരിപൂർണ വിജയം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല മക്കളാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.